വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചാർജ് ഇപ്പോഴും വഹിക്കുന്നുമുണ്ട്. ഈ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിലും മണ്ഡലങ്ങളിലെല്ലാം പുറകെ പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വളരെയധികം മനസ്സിനെ വേദനിപ്പിക്കുന്നതുമാണ്. കേരളത്തിലെ ഇത്തരത്തിൽ ഒരു വലിയ വിജയം, ഒരുപക്ഷെ ഏറ്റവും വലിയ വിജയവും ഏറ്റവും കൂടുതൽ MLA-മാരും ഉണ്ടായ കോൺഗ്രസിന് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതീവ ദയനീയമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് വ്യക്തമായ സത്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചാർജ് വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് എന്നിലും നിക്ഷിപ്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ. UDF-ൽ തന്നെ സംഘടനാപരമായ അഴിച്ചുപണികളും അതുപോലെ തന്നെ താഴെത്തട്ട് മുതൽ ഇനിയും ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ബൂത്തിലും ജനങ്ങളെ സേവിക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും നിരന്തരമായി ഇടപെടാനും ഒന്നോ രണ്ടോ പ്രവർത്തകരെ സൃഷ്ടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോയി അടിമുടി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പാർട്ടിയെ ഇനി വിജയത്തിന്റെ തീരത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. 96 മുതൽ ഇങ്ങനെ ഒരു പരിശോധിക്കും UDF സംവിധാനത്തിൽ മാറ്റം വേണമെന്നൊക്കെ പല തെരഞ്ഞെടുപ്പിന്റെ തോൽവി സമയത്ത് മാത്രം ഉയർന്ന ഒരു സാധനം. പിന്നീട് അങ്ങോട്ട് അതേപടി തന്നെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്ന പോലെ തന്നെയല്ലേ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ തോന്നും എന്നുള്ള സത്യം. 96 മുതൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവിടെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കാലഘട്ടങ്ങളിലെല്ലാം 96 മുതൽ തന്നെ വളരെ സജീവമായിട്ട് എന്നെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്തുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ ഒരു വർഷമായിട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ ഈ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അതിനു മുന്നേ നടന്ന കാര്യങ്ങളെക്കുറിച്ചും മുന്നേ പറഞ്ഞ വാക്കുകളെല്ലാം നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതിനനുസരിച്ച് സംഘടനാ സംവിധാനം വന്നില്ല എന്നുള്ളതുകൊണ്ട് പുനഃസംഘടനകൾ യഥാസമയം നടക്കാതെയും ഒക്കെയുള്ള സംഘടന ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയെ ഒന്ന് എന്താ പറയുക കൃത്യമായി ഒന്ന് അതിനെ സ്റ്റഡി ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുവരാൻ പലപ്പോഴും നേതാക്കൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 96 മുതൽ ഇപ്പോൾ 2026 30 വർഷം 35 വർഷം ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു MLA ഇല്ലാതെ ഇരിക്കുന്നൊരു അവസരം വരണം. തീർച്ചയായിട്ടും ഇനിയെങ്കിലും അത് പുനഃപരിശോധിക്കാനും അതിനു വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും നമ്മുടെ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള താഴെത്തട്ടിലുള്ള മുഴുവൻ പ്രവർത്തകരും വളരെ എന്ത് മാറ്റമാണ് വേണ്ടത് എങ്കിൽ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം കൊണ്ട് ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും. 1996 മുതൽ കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും നിയോജക മണ്ഡലത്തിൽ തന്നെ UDF പരാജയമാണെന്നും സംഘടനാപരമായി അടിമുടി മാറ്റം വരണമെന്നും ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൈപ്പത്തി ചിഹ്നം വിട്ട് മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയതും സമയക്കുറവും സാമ്പത്തിക കുറവും കോൺഗ്രസിന് വിനയായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് കിട്ടിയത്. മാത്രമല്ല കാലങ്ങളായി കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചിരുന്നത്. അതിനൊരു മാറ്റം വന്നു എന്നുള്ളത് കൊണ്ടുള്ള വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അത് വോട്ട് ചെയ്യുന്ന ദിവസം ഉൾപ്പെടെ കൈപ്പത്തി ചിഹ്നം എവിടെ എന്ന് പലരും ബൂത്തിൽ നിന്ന് ഏജന്റുമാരോട് വിളിച്ചു ചോദിച്ചതും ഒക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള അഭിപ്രായങ്ങളും കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തിരുത്താനും അതിനെ അനുസരിച്ചുള്ള ഒരു പ്രവർത്തനം താഴെത്തട്ടിൽ നടത്താനുള്ള ഒരു സമയക്കുറവും മറ്റു ഘടകങ്ങളെല്ലാം അതിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മറ്റു ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ താഴെത്തട്ടിലായിക്കോട്ടെ, അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലായിക്കോട്ടെ, പ്രചരണത്തിലൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ച സാമഗ്രികൾ യഥേഷ്ടം എന്ന് പറയാനൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം. പിന്നെ മാത്രമല്ല സ്വതന്ത്ര ചിഹ്നമായതുകൊണ്ട് 3-4 ദിവസം അത് അടിച്ചു വരാനും ഇതിനൊക്കെ ഒരു 4-5 ദിവസം അങ്ങനെ പോയി. അപ്പം ആയതുകൊണ്ട് പ്രചരണം നമുക്ക് പിന്നിലായിപ്പോയി. അതേസമയത്ത് നിലവിലുള്ള MLA ആണ് അപ്പുറത്ത് മത്സരിക്കുന്നത്. അത് മുന്നേ കൂട്ടി ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അതിപ്പോ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് അറിയാം, ഉദ്ഘാടനങ്ങളും അതുപോലെ ഉദ്ഘാടനം ചെയ്യേണ്ട സമയത്തല്ല അതൊന്നും ഉദ്ഘാടനങ്ങൾ പല നിർമ്മിതികളും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിറഞ്ഞു നിന്ന് ഞാനാണ് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം ഒരുപാട് കാലം മുന്നേ നടത്താൻ കഴിഞ്ഞു. നമുക്ക് കേവലം ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം 12 ദിവസമാണ് നമുക്ക് കിട്ടിയത്. എല്ലാം കണക്ക് കൂട്ടി ഇനിയും ഇതിലെ പിഴവുകളുണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ സംഘടനാ തലത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും. ഞാൻ മാറി നിൽക്കണമെങ്കിൽ മാറി നിന്ന് പുതിയ ഒരാൾ വന്നിട്ടായാലും ശരി ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകും. മുസ്ലിം ലീഗിന് കൊടുത്തൊരു അബദ്ധമായി എന്ന് തോന്നുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, UDF എൻ്റെ പാർട്ടി ലീഡർഷിപ്പ് അങ്ങനെ തീരുമാനിച്ചപ്പോൾ കേട്ടുകേൾവി ഉണ്ടായിരുന്നപ്പോൾ മുഴുവൻ എല്ലാ നേതാക്കളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ചർച്ചയിലുണ്ട് എങ്കിലും അത് പരമാവധി വിട്ടുകൊടുക്കാതെ ഇരിക്കാം എന്നാണ് കൈപ്പറ്റി വരും എന്നുള്ളതാണ് വിശ്വസിച്ചത്. അവസാന നിമിഷത്തിലാണ് ലീഗും ഈ സീറ്റ് വേണ്ട എന്ന് പറയുകയാണ്. സത്യത്തിൽ ലീഗിനോട് നമുക്കൊരു ഇത് തോന്നാത്തത് ലീഗ് പിടിച്ചു വാങ്ങിയ സീറ്റല്ല, മറിച്ച് നമ്മൾ അടിച്ചേൽപ്പിച്ച സീറ്റാണ്. പകരം നമുക്ക് കോങ്ങാട് കിട്ടി. കോങ്ങാട് നമുക്ക് നമ്മുടെ തുളസി ടീച്ചർ ചേലക്കരക്കാരിയാണ്, വിജയിക്കാൻ കഴിഞ്ഞു. ഇവിടെ 2-3-4 പ്രാവശ്യം നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതാണ്. അവരുടെ വിജയത്തിലും വളരെയധികം സന്തോഷമുണ്ട്. മിന്നുന്ന കേരളത്തിലെ വിജയത്തിലും അത് ടീം UDF നിന്ന് വിജയിച്ചതിലും സന്തോഷമുണ്ട്. പക്ഷെ ചേലക്കരയിലെ ദുഃഖം അതൊരു തീരാ ദുഃഖമാണ്. തീർച്ചയായും അത് മാറ്റങ്ങൾക്ക് വിധേയമായി പ്രശ്നങ്ങൾ പരിശോധിച്ച് നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് പറയാം. സമയക്കുറവ് പറഞ്ഞു, അതുപോലെ തന്നെ സാമ്പത്തിക കുറവ് പറഞ്ഞു. പണം എവിടെയെങ്കിലും മുങ്ങിപ്പോയോ? ഒരിക്കലും ഇല്ല. അങ്ങനെ പണം അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ അങ്ങനെ പണം മുങ്ങിപ്പോണ്ട. മുസ്ലിം ലീഗിന്റെ ഫണ്ട് വന്നിട്ടുണ്ട്, കോൺഗ്രസ് ഫണ്ടൊക്കെ വരുമല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. തെരഞ്ഞെടുപ്പിന് പാർട്ടിക്ക് ഒതുങ്ങുന്ന രീതിയിൽ സഹായിക്കും. അല്ലാതെ അത് അങ്ങനൊരു വിഷയോ കാര്യങ്ങളൊന്നും പാർട്ടി കൊടുത്ത പണം എവിടെയെങ്കിലും എങ്ങനെ ഒരിക്കലും അതൊക്കെ നമ്മൾ തന്നെയല്ലേ ഡയറക്റ്റ് പാർട്ടി കൊടുക്കുക എന്താ പറഞ്ഞ അങ്ങനെയല്ലോ പ്രസിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യണ്ടു. വേറെ ഇപ്പോ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ വോട്ടർമാർക്കോ നമുക്ക് പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, മറ്റുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ അതിലൊക്കെ കുറച്ച് ഒരു 100 ഫ്ലെക്സ് വേണ്ടടത്തിൽ ഒരു 75 ആയി പോയിണ്ടാവാം. അങ്ങനെയുള്ള കുറവുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിൽ നമ്മൾ VD സതീശൻ അടക്കം പറയുന്നത് CPM നല്ല CPM-മാരെല്ലാം വോട്ട് UDF ചെയ്തു, അജയ. അതുപോലെ ചേലക്കരയിൽ നല്ല കോൺഗ്രസ് എല്ലാം CPM ചെയ്തു. ഇല്ലില്ല, ചേലക്കരയിൽ അങ്ങനെ നല്ല CPM-മാര് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യുമായിരുന്നല്ലോ. നല്ല കോൺഗ്രസ്സുകാർ CPM ഇല്ലില്ല. VD സതീശൻ ഉദ്ദേശിച്ച രീതിയിലാണെങ്കിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് രീതിയിലാണെങ്കിൽ, നല്ല CPM-മാര് ചേലക്കരയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതെ പോയത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കോൺഗ്രസ് വോട്ട് പോയിട്ടില്ലേ? കോൺഗ്രസ് വോട്ട് എവിടേക്കും പോയില്ല. നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്ഥിരമായി കിട്ടുന്ന വോട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലല്ല, കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ബൂത്ത് തലത്തിലുള്ള പരിശോധന ഇപ്പോൾ എല്ലാം ബൂത്ത് വൈസിൽ അവിടെ ഓഫീസിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധന നടത്തും. ഏതൊക്കെ ബൂത്താണ് എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. കാലങ്ങളായി മുസ്ലിം ലീഗ് നേതാവ് PM അമീറും കോൺഗ്രസ് നേതാക്കളായ TM കൃഷ്ണനും വേണുഗോപാല മേനോനുമടക്കമുള്ള നേതാക്കളാണ് UDF-ന്റെ നേതൃപദവി അലങ്കരിച്ചു വരുന്നത്. ഈ കാലഘട്ടത്തിലെല്ലാം പരാജയം മാത്രമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള വിമർശനം പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ജലം അമൂല്യമാണ്, പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു.
എക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. എക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. എക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.